പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സുപ്രധാനമായ വഴിത്തിരിവുകൾ ഇപ്പോൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ്. ഒടുവിൽ തിരികെ നാട്ടിലേക്ക് എത്തുന്ന സാഗറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കൊണ്ടുപോകുന്നത് മറ്റെവിടേക്കുമല്ല, ജയിലിലേക്ക്, ബലരാമൻ ഉള്ള ജയിലിലേക്ക് തന്നെ. അവിടെ വെച്ച് ബലരാമനെ കാണാൻ ഇടയാവുകയാണ് ഇപ്പോൾ അയാൾ. ഇതോടെ തൻ്റെ മകനാണ് ബലരാമൻ എന്ന് അറിയുന്ന സാഗർ ബലരാമനെ സ്വീകരിക്കുന്നതിനായി തയ്യാറാകുന്നു. ബലരാമ, ഞാൻ സത്യങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാ സത്യവും അറിഞ്ഞത്. ഞാൻ നിങ്ങളുടെ മകനായിട്ടല്ല ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, നിങ്ങളുടെ അന്തകനായിട്ടാ. എന്നോട് ചെയ്തതിനെല്ലാം പ്രതികാരം എനിക്ക് ചെയ്യണം. അതിനു വേണ്ടി തന്നെയാണോ ഞാൻ ഇവിടേക്ക് വന്നത്, തൻ്റെ ജീവൻ എടുക്കാൻ. മോനെ, എനിക്കൊരു തെറ്റുപറ്റി, അത് നിനക്ക് ക്ഷമിച്ചുകൂടെ? ഒരു തെറ്റോ? എൻ്റെ ജീവിതം തകർത്തത് നിങ്ങളല്ലേടോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ബലരാമൻ. അപ്രതീക്ഷിതമായ ഈ ചോദ്യത്തിനു മുന്നിൽ ആകെ പകച്ചുപോയതിനെ തുടർന്ന് എന്താണ് പറയേണ്ടത് എന്നറിയാതെ നിൽക്കുകയാണ് ഇപ്പോൾ അയാൾ. മാത്രവുമല്ല, ഇതേ തുടർന്ന് ബലരാമനോട് ക്ഷമ ചോദിക്കാൻ സാഗർ ശ്രമിക്കുമ്പോഴാണ് ബലരാമൻ കത്തി ഉപയോഗിച്ച് കുത്തിവീഴ്ത്തുന്നത്. അപ്രതീക്ഷിതമായ ഈ ആക്രമണം ഞെട്ടിച്ചു കളയുകയാണ് എല്ലാവരെയും. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല. ഇതോടെ സാഗർ മരണം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെയൊരു സ്വപ്നം ഇപ്പോൾ സുമിത്ര കാണുകയാണ്. ഈ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണം, അതിനു വേണ്ടിയാണ് താൻ ഇപ്പോൾ ശ്രമിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് നീക്കുകയാണ് അവൾ. ഇതോടെ വളരെയധികം സന്തോഷം ആവുകയാണ് ബാലുവിന്. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും, എനിക്ക് ഉറപ്പുണ്ട്, ധൈര്യമായിരിക്കെ. ഇതോടെ പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. എന്നാൽ ഇതേ സമയം കൺമണിയുമായുള്ള തൻ്റെ പ്രണയം ആഘോഷിക്കുകയാണ് ഇപ്പോൾ കൃഷ്. കൺമണിയെ തനിയെ കിട്ടുമ്പോൾ കൺമണിക്ക് ഒരു ഉമ്മ കൊടുക്കുന്നതിനായി തയ്യാറാകുന്ന കൃഷ്, നീ എന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും നീ എന്നെ വിട്ടുപോകരുത് കൺമണി, നീയില്ലാത്ത ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്കും വളരെയധികം സന്തോഷമായിരിക്കുകയാണ്. കൃഷുമായുള്ള ജീവിതം കൺമണിയും ആഗ്രഹിച്ച് തുടങ്ങുകയാണ്. ഇതേ സമയം മാനസയാകട്ടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നുള്ള ആലോചനയിൽ ഇരിക്കുകയാണ്. ഒരിക്കലും വിചാരിക്കാത്ത തിരിച്ചടികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇനി കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയും ചെയ്യുകയാണ് അവൾ. ഇതിനിടയിലാണ് വഴിത്തിരിവുണ്ടാക്കിക്കൊണ്ട് കൃപ കടന്നു വരുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.